നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. 2025 നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജ്യോതിഷ പ്രതിഭാസമാണ് മഹാശനിമാറ്റം എന്ന് പറയുന്നത്. 2.5 വർഷത്തിന് ശേഷം ഗ്രഹങ്ങളുടെ രാജാവായ ശനി രാശിമാറ്റം നടത്തുകയാണ്. സ്വരാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ് ശനി എത്തുന്നത്. മാർച്ചിലാണ് ശനി കുംഭൻ രാശിയിൽ നിന്നും പുറത്തിറങ്ങി മീനത്തിലെത്തുന്നത്. അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട്. സൂര്യഗ്രഹണവും ശനിമാറ്റവും ഒരേ ദിവസം നടക്കുന്നത് കൊണ്ട് ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ രാശികളിൽ ജനിച്ചവർക്ക് ജോലി, ബിസിനസ്, സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശനിയുടെയും സൂര്യൻ്റെയും അനുഗ്രഹം ലഭ്യമാകും. പുതുവർഷത്തിൽ സൂര്യൻ്റെയും പുത്രനായ ശനിയുടെയും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ മാറി ജീവിതം വളരെ വലിയ സൗഭാഗ്യ നിമിഷങ്ങളിലേക്ക് വന്നു ചേരും. ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലാവും ഇത് ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുന്നത്. ചിലപ്പോൾ മോശം രീതിയിലാവാം, ചിലപ്പോൾ നല്ല രീതിയിലാവാം. പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു രാശി മാറ്റം പുതുവർഷത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള, വലിയ ഭാഗ്യങ്ങൾ നൽകുന്ന രീതിയിലുള്ള ഒരു രാശിമാറ്റം തന്നെയാണ്. എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭംഗിയായി, നിങ്ങൾ പോലും ഇതിന് നടക്കില്ല എന്ന് കരുതിയത് വരെ നടന്നു കിട്ടും. ജീവിതത്തിൽ സന്തോഷിക്കാൻ വക നൽകുന്ന പല കാര്യങ്ങളും നടക്കും. നിങ്ങൾ, അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അതിൻ്റെ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ കാലം തന്നെയാണ് നിങ്ങൾക്ക്. കാരണം ഇതുവരെ അത്രയ്ക്ക് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഇവർ. ഇനി അതിനൊക്കെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനും യാതനകൾക്കും ഒക്കെ അവസാനം എന്ന പോലെയാണ് ഈ ഒരു ഭാഗ്യം, രാശിമാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിന് വളരെ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ജീവിത വിജയം കൈവരിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും. പുതുവർഷത്തിൽ സൂര്യൻ്റെയും പുത്രനായ ശനിയുടെയും അനുഗ്രഹം നേടുന്ന രാശികൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മിഥുനൻ രാശിയാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യത്തെ 3 പാദം. മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് സൂര്യഗ്രഹണവും ശനിമാറ്റവും ഒന്നിച്ച് സംഭവിക്കുന്നത് അത്യപൂർവ ഭാഗ്യങ്ങൾക്ക് നിമിത്തമാകും. ഈ കാലയളവിൽ ആകസ്മികമായ ധാരാളം പണം ഇവരെ തേടിയെത്തും. സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം അകലും. അപ്രതീക്ഷിതമായ പണം കയ്യിൽ വന്നു ചേരും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും ശമ്പള കയറ്റവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിയും. 2025 ഇവരുടെ അധ്വാനത്തിന് അർഹിക്കുന്ന പ്രതിഫലം, അംഗീകാരവും വന്നു ചേരും. 2025 എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടനഷ്ട ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പോവുകയാണ്. ഇതുവരെ ഒഴുകിയ കണ്ണുനീരിനൊക്കെ ഫലമെന്ന പോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾ കൊതിച്ചതും ആശിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുക തന്നെ ചെയ്യും. അത്രയ്ക്ക് വലിയ ഭാഗ്യങ്ങൾ മിഥുന രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുന്ന സമയമാണ് 2025 എന്ന് പറയുന്നത്. ഇതിനുള്ള ഊർജവും ശക്തിയും സൂര്യഗ്രഹണവും ശനിമാറ്റവും കൊണ്ടു നൽകും. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു, സങ്കടങ്ങളിലൂടെ കടന്നുപോയി, മാനസിക പിരിമുറുക്കങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച ധനുരാശിക്കാർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ്. ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു നല്ല സമയം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. സ്വപ്ന തുല്യമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനുള്ള ഭാഗ്യങ്ങൾ ഈ ഒരു രാശിമാറ്റം മൂലം വന്നു ചേരും. ജീവിതത്തിലും തൊഴിലിലും സ്വപ്നം കണ്ട ലക്ഷ്യങ്ങൾ ഇവർ സ്വന്തമാക്കും. സ്വയം വിലയിരുത്തി തൻ്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി മുന്നേറാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിച്ചിട്ടും പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറാൻ പോകുന്ന ഒരു സുവർണ വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. ജോലിസ്ഥലത്ത് പദവിയും അംഗീകാരവും തേടിയെത്തും. ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണിപ്പോൾ. പുതിയ വസ്തുക്കളും ആഡംബരവും സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ദാമ്പത്യം കൂടുതൽ സന്തോഷകരമാകും, സമാധാനപൂർണവുമാകും.
ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും. ബിസിനസ്സുകാർക്ക് 2024 അനുഭവിച്ച എല്ലാവിധ പ്രശ്നങ്ങളും ഈ വർഷം മാറിപ്പോകും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും. പുതിയൊരു തലത്തിലേക്ക് ബിസിനസ് വളർത്തിക്കൊണ്ടു പോകുന്നതിനും ബിസിനസ്സിൽ നിന്നും പലവിധ നേട്ടങ്ങൾ സമ്പാദിക്കുന്നതിനും സാധിക്കുന്ന ഒരു സുവർണ്ണ വർഷം കൂടിയാണ് 2025 എന്ന് പറയുന്നത്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടമാദ്യ 2 പാദം. സൂര്യഗ്രഹണവും ശനിമാറ്റവും ഒന്നിച്ച് എത്തുന്നതിൻ്റെ നേട്ടം അനുഭവിക്കാൻ പോകുന്ന അടുത്ത രാശി മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് 2025 വളരെ ശുഭകരമായ വർഷം തന്നെയാണ്. ഇവർക്ക് അടുത്ത വർഷം പാരമ്പര്യ സ്വത്ത് കയ്യിൽ വന്നു ചേരാനുള്ള യോഗം കാണുന്നു. എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തും. പരിഹസിച്ചവരും അപമാനിച്ചവരും ഒക്കെ നോക്കി നിൽക്കെ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ മകരം രാശിക്കാർ ഉയരും. കാര്യതടസ്സങ്ങളൊക്കെ മാറും. ഏറ്റവും പ്രധാനം ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളും ശത്രുദോഷങ്ങളും ഒക്കെ ഇല്ലാതാകും എന്നുള്ളത് തന്നെയാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി പല നേട്ടങ്ങളും വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം വന്നു ചേരും. ഇതുമൂലം പുതിയൊരു രീതിയിലേക്ക് ബിസിനസ് വളർത്തിക്കൊണ്ടു പോകുന്നതിന് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ അകലും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്രതീക്ഷിത രീതിയിൽ കയ്യിൽ പണം വന്നു ചേരും. ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാനും അതിൽ വിജയം കണ്ടെത്താനും സാധിക്കും. വിദേശവാസത്തിനും വിദേശ യോഗം കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ പ്രണയിച്ചിരുന്നൊരു വ്യക്തിയെ തന്നെ സ്വന്തമാക്കാനുള്ളൊരു ഭാഗ്യം, ജീവിത പങ്കാളിയാക്കി കൂടെ കൂട്ടാനുള്ളൊരു ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നു. എല്ലാം കൊണ്ടും മകരം രാശിയിൽ ജനിച്ചവർക്ക് 2025 ശനി മാറ്റം മൂലം വളരെ നേട്ടങ്ങൾ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. 2025 നടക്കാൻ പോകുന്ന ഈ ഒരു മഹാശനിമാറ്റം മൂലം ഈ 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ശിവോഹം.